കൈകളിലും കാലുകളിലും തരിപ്പ്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന, പേശി വലിവ്, എപ്പോഴും ഒരു ഉന്മേഷക്കുറവ്, ഉറക്കക്കുറവ്, ക്ഷീണം എന്നിവയൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ ഒരു പക്ഷേ അത് നിങ്ങളുടെ ശരീരത്തിൽ കാൽഷ്യം അഭാവം ഉണ്ടെന്നതിൻ്റെ ലക്ഷണങ്ങളാവാം, അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളാവാം. എന്തൊക്കെയാണ് കാൽഷ്യം കുറഞ്ഞാൽ നമ്മുടെ ശരീരം കാണിച്ചിരുന്ന ലക്ഷണങ്ങൾ? നമുക്ക് ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാതെ ഡയറ്റിലൂടെ തന്നെ, ഭക്ഷണത്തിലൂടെ തന്നെ ഇത് എങ്ങനെ നമുക്ക് നോർമലാക്കിയിട്ട് മാറ്റാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ശ്രീകല, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. കാൽഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമായുള്ള ഒരു എലമെൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് കാൽഷ്യത്തിന്. നോർമലി ഒരാൾക്ക് 8.5 മുതൽ 10.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് കാൽഷ്യം രക്തത്തിൽ വേണ്ടത്. എന്നാൽ ഇത് ഈ 8.5 നിന്ന് കുറയുമ്പോഴൊക്കെയാണ് ഒരാൾക്ക് കാൽഷ്യം ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത്. എന്നാൽ ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക, തരിപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ വേദന എന്നൊക്കെ പറയുമ്പം അതിന് പ്രത്യേകിച്ചൊരു കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് നമുക്കിത് കാൽഷ്യത്തിൻ്റെ കുറവാണ് എന്നുള്ളത് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാറില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉള്ളവർ തീർച്ചയായിട്ടും അവരുടെ ബ്ലഡിൽ കാൽഷ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് കുറവാണ് എന്നുണ്ടെങ്കിൽ അത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ബാക്കിലായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇതിൽ ഹോർമോണുകളാണ് നമ്മുടെ രക്തത്തിലുള്ള കാൽഷ്യത്തിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ കാൽഷ്യം ഡെഫിഷ്യൻസി വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ ഡയറ്റിൽ, നമ്മുടെ ഭക്ഷണത്തിൽ കാൽഷ്യം കുറവ് കഴിക്കുമ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പോ പാരാതൈറോയിഡിസം എന്ന് പറഞ്ഞ കണ്ടീഷൻ, നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്രന്ഥി വേണ്ടത്ര രീതിയിൽ അതിൻ്റെ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ കാൽഷ്യം കുറയാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതുകൂടാതെ നമ്മുടെ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷന്, ആഗിരണത്തെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലും കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നത് വഴി കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കുറയാനുള്ള സാധ്യത ഉണ്ട്. അതുകൂടാതെ മഗ്നീഷ്യം കുറഞ്ഞാലും ഇങ്ങനെ കാൽഷ്യം കുറയാനുള്ള സാധ്യത ഉണ്ട്. കൂടാതെ നിങ്ങൾ കുറേ കാലമായിട്ട് സ്റ്റിറോയിഡ് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ കാൽഷ്യം കുറയാം. കൂടാതെ നിങ്ങളുടെ കിഡ്നി അല്ലെങ്കിൽ കരളിനൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ, കിഡ്നിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഡിൻ്റെ കൺവേർഷനൊക്കെ സഹായിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. അപ്പോൾ കിഡ്നി ഡാമേജോ കിഡ്നിക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ ഡി കുറയുകയും കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയാനും ചാൻസ് ഉണ്ട്. കൂടാതെ പാൻക്രിയാറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ്, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസുകളായിട്ടുള്ള അൾസറേറ്റീവ് കോളൈറ്റിസ്, ക്രോൺസ് ഡിസീസിലൊക്കെ ഈ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം കുറഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കാൽഷ്യം കുറഞ്ഞാൽ നമ്മുടെ ശരീരം കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും നിങ്ങൾക്ക് കൈകളിലും കാലുകളിലൊക്കെ ഒരു തരിപ്പ് അനുഭവപ്പെടുക, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു വേദന അനുഭവപ്പെടുക, എപ്പോഴും ഒരു ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, ക്ഷീണം, ഒരു ഉന്മേഷമില്ലാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടാം. കൂടാതെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡിപ്രഷൻ പോലുള്ള ഒരു സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കൂടാതെ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുക, മുടി കൊഴിച്ചിൽ വരിക, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം. നമുക്കറിയാം കാൽഷ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്ത്രീകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമമൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഈസ്ട്രജൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ കുറയും. അപ്പോൾ ഈസ്ട്രജൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കാൽഷ്യം കുറയും. അങ്ങനെ അവർക്ക് പെട്ടെന്ന്, ഇപ്പോൾ ഒരു ചെറിയൊരു വീഴ്ചയിൽ തന്നെ പെട്ടെന്ന് അവർക്ക് ഫ്രാക്ചർ, എല്ലുകൾ പൊട്ടിപ്പോവുക, ഫ്രാക്ചർ ഉണ്ടാവുക, അങ്ങനെയുള്ള കണ്ടീഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്നൊരു വീഴ്ചയിൽ തന്നെ, ചെറിയൊരു വീഴ്ചയിൽ തന്നെ എല്ലുകൾ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ഫ്രാക്ചറൊക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാൽഷ്യം കുറഞ്ഞാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനി കുട്ടികളിലാണ് കാൽഷ്യം കുറയണം എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ, കാൽഷ്യം അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും കുറയുന്നൊരു കണ്ടീഷനാണ് നമ്മുടെ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്കറ്റ്സ് ഉണ്ടാകുമ്പം കാലുകൾക്ക് ബലക്കുറവ്, അതുപോലെ തന്നെ കാലുകൾ വളഞ്ഞു പോവുക,
അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ കുട്ടികളിലും കാൽഷ്യം കുറയുക എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ കാൽഷ്യം കുറഞ്ഞാൽ ചില ആളുകളിൽ നഖം പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ, നമ്മുടെ കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ വായ്ക്ക് ചുറ്റും വിറയൽ അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഒരു ട്വിച്ചിങ് സെൻസേഷൻ ഉണ്ടാവുക, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഒരു ഇക്കിളിപ്പെടുത്തുന്ന പോലെ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടാവുക എന്നിവയൊക്കെയാണ് ഈ കാൽഷ്യം ഡെഫിഷ്യൻസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാൽഷ്യം ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ മെനോപോസ്, ആർത്തവ വിരാമം ഒക്കെ കഴിഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കാൽഷ്യം കുറവ്, ബോൺ ഡെൻസിറ്റി കുറയുക, എല്ലുകൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാതെ നമുക്ക് ഡയറ്റ് എന്തൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ കാൽഷ്യം നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. പ്രധാനമായും നിങ്ങൾക്ക് അറിയുമായിരിക്കും പാലുൽപ്പന്നങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പം പാലുൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ യോഗർട്ട്, ചീസ് എന്നിവയൊക്കെയാണ്. കുട്ടികളിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ പാലിൽ നിന്നൊക്കെ തന്നെയാണ് അവർക്ക് മെയിനായിട്ടുള്ള കാൽഷ്യത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ചില ആളുകൾക്ക് ഈ ലാക്ടോസ് ഇൻടോളറൻസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അതായത് അവർക്ക് പാല് അലർജി ഉള്ള ആൾക്ക്, പാല് വയറിന് പിടിക്കാത്ത ആളുകളുണ്ടാവും. അപ്പം അത്തരക്കാർക്ക് മറ്റ് സോഴ്സുകളൊക്കെ എന്തായാലും യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ചീരയിലൊക്കെ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു ദിവസം ഓരോ കപ്പ് ചീര ഒരു 5 ദിവസം വെച്ചോ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ കാൽഷ്യം അതിൽ നിന്ന് തന്നെ കിട്ടും. കൂടാതെ നമ്മുടെ ബദാം അല്ലെങ്കിൽ ആൽമണ്ട്, അത് നിങ്ങൾ ദിവസവും ഒരു 5 to 10 ബദാം നിങ്ങൾ കുതിർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽഷ്യം അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. കൂടാതെ നമ്മുടെ ആപ്രിക്കോട്ട്, കൂടാതെ നമ്മുടെ പഴങ്ങളായിട്ടുള്ള കിവി, ഓറഞ്ച്, ബെറീസ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ബെറീസ്, നമ്മുടെ സ്ട്രോബെറീസ്, ബ്ലൂബെറീസ് അതിലൊക്കെ ഉണ്ട്. കൂടാതെ പപ്പായ, പൈനാപ്പിൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സിലൊക്കെ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വാട്ടർമെലൺ, തണ്ണിമത്തന്, മുന്തിരി എന്നിവയിലും അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ തൈര്, കേടിലും കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സോയാബീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നട്ട്സ്, അതുപോലെ തന്നെ അതിൻ്റെ സോയാബീൻ മിൽക്കൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതും നമുക്ക് കാൽഷ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ മീനുകളിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഫിഷ്, മധുരക്കിഴങ്ങ് എന്നിവയിലൊക്കെ കാൽഷ്യം ഉണ്ട്. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷന് വളരെ വേണ്ടപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ ഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് നമ്മുടെ സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടാൻ നിങ്ങൾ സൂര്യപ്രകാശം കൊണ്ടാൽ തന്നെ അത്യാവശ്യത്തിനുള്ള വൈറ്റമിൻസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തും. അപ്പം അങ്ങനെ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനെയും അത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കൂടാതെ ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കുക. കാൽഷ്യം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിലൂടെ അത് മാക്സിമം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളതും കാൽഷ്യം അടങ്ങിയിട്ടുള്ളതുമായ ഭക്ഷണങ്ങളും നിങ്ങൾ കഴിക്കുക. നമ്മളിവിടെ ചെയ്യണത് ഒരു രോഗീൻ്റെ ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ പഠിച്ച് അതിനുശേഷം ജർമ്മൻ പൊട്ടൻസി മെഡിസിനുകളാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെ സഹായം തേടുന്നതാണ്. അങ്ങനെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെയാണ് നമ്മൾ ഈ ലക്ഷണങ്ങളും അതുപോലെ തന്നെ ഈ ഡെഫിഷ്യൻസികളൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഹോസ്പിറ്റലിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി മെഡിസിൻസ് വീട്ടിലെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല, ഡോക്ടർ ബാസിൽ സോമയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.